ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയിട്ടുള്ള ഹൊറർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുത്താവുന്ന കോൾഡ് സ്റ്റോറേജ് എന്ന സിനിമയാണ്. അപ്പോൾ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. നാസയ്ക്ക് വളരെ രഹസ്യ സ്വഭാവമുള്ള ചില പരീക്ഷണങ്ങൾ നടത്തുന്നതിനായിട്ട് സ്കൈലാബ് എന്ന പേരുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. 1979 ഈ ഒരു മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഭ്രമണപഥത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഈ ഒരു സ്പേസ് സ്റ്റേഷൻ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായിട്ടുള്ള ചില ഭാഗങ്ങള് ഭൂമിയുടെ നേരെയും വരുന്നുണ്ട്. അന്തരീക്ഷത്തിൽ വെച്ചിട്ട് കുറെയൊക്കെ കത്തിത്തീർന്നെങ്കിലും ചില പീസുകൾ നമ്മുടെ ഭൂമിയുടെ പല ഭാഗത്തേക്കും വന്ന് വീണിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നാസയ്ക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു അവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കും. ഇങ്ങനെയൊക്കെ എഴുതി കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സിനിമ തുടങ്ങുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പ്രസന്റിൽ നിന്നും 18 വർഷങ്ങൾക്ക് മുന്നേയുള്ള വെസ്റ്റ് ഓസ്ട്രേലിയയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരാള് അയാളുടെ ബൈക്കിൽ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നേരെ ചെന്നിട്ട് മാർട്ടിൻ എന്ന് പേരുള്ള ഒരു ലേഡീനെ വിളിക്കുന്നുണ്ട്. അവൾ ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാസയില് മൈക്രോ ബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അവള്. ഇപ്പൊ മാർട്ടിൻ അയാളോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഫോൺ ചെയ്തവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാനിക് ആയിട്ടുണ്ടായിരുന്നു. അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഞങ്ങളെല്ലാം അത് ആക്രമിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ അവനിപ്പോ അലറി വിളിച്ച് പറയുന്നുണ്ട്. മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്നൊന്നും അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ പാനിക് ആവാതെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയേ. എന്താ പ്രശ്നം, നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നത്. ആകാശത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു സ്പേസ് സ്റ്റേഷൻ എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ചില ഭാഗങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്കാണ് വന്ന് വീണത്. ആ ഒരു ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതെന്താന്നുള്ളത് എനിക്കറിയില്ല. അത് പുറത്തു വന്നിട്ട് ഇവിടെയുള്ള ആളുകളെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ മാർട്ടിൻ ആ ഒരു സ്പോട്ടിലേക്ക് പോയി നോക്കുന്നുണ്ട്. ഇവൻ വിളിച്ചിട്ടുള്ള ലൊക്കേഷനിലേക്ക് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നാസയും അതുപോലെ ഗവൺമെന്റും ഒക്കെ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മിലിറ്ററി ഓഫീസേഴ്സും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മാർട്ടിൻ ഇപ്പോൾ ഇവർ രണ്ടുപേരും കാണുന്നുണ്ട്. അല്ല, നിങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ഒക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഒരു മിലിറ്ററി ഓഫീസേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരാണ് ഈ ഒരു ടീമിലുള്ളത് എന്നുള്ളത്. ഇവരുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള സ്യൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് അവർ മുന്നോട്ടേക്ക് പോവാണ്. ഇതിനിടയിലാണ് മാർട്ടിൻ ചില കാര്യങ്ങൾ ഈ ഒരു മിലിറ്ററി ഓഫീസേഴ്സിനോട് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വൈറസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വൈറസ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാരസൈറ്റ് മാതിരിയായിരുന്നു. ഒരാളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം ഒരു ഹോസ്റ്റ് മാതിരി അത് ഉപയോഗിക്കും. അത് അവരെ കൺട്രോൾ ചെയ്തിട്ട് അവസാനമായിട്ട് അവരെ കൊന്നുകളയും. ഇങ്ങനെ ഒരു വൈറസ് നമ്മുടെ ഭൂമിയിലുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഭയങ്കര ആപത്തായതുകൊണ്ട് തന്നെ നാസയും ഗവൺമെന്റും ചേർന്നിട്ട് അതിനെ മറ്റൊരു ഗ്രഹത്തിലേക്ക് അയക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇവരുടെ കാൽക്കുലേഷൻ പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടേ ഇല്ല. ആകാശത്ത് വെച്ചിട്ട് ആ ഒരു സ്പേസ് സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്തിട്ട് അത് വീണ്ടും ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മാർട്ടിനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയാളുടെ വില്ലേജിന്റെ അടുത്തായിട്ട് ആ ഒരു സ്പേസ് ഷിപ്പിന്റെ ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു വില്ലേജിൽ മറ്റൊരു ടാങ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായിരിക്കും ഞങ്ങൾ അയച്ചിട്ടുള്ള ആ ഒരു വൈറസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഞാൻ പറയാതെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ ഇപ്പോൾ അവരെയും കൂട്ടിയിട്ട് ആ ഒരു ടാങ്കിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവർ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാമത്തിലുള്ള ഒരാളെ പോലും കാണാനുണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ അവർ ഈ ഒരു ഗ്രാമം വിട്ടു പോയിട്ടുള്ളതിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ കാണണം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡെഡ് ബോഡികൾ ഇവിടെ കാണണം. അങ്ങനെ ഒന്നും തന്നെ ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടാങ്ക് അവർ കണ്ടുപിടിക്കുകയാണ്. മാർട്ടിൻ ഈ ഒരു ടാങ്ക് നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ചെറിയൊരു ക്രാക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുവഴി ഈ ഒരു വൈറസ് മെല്ലെ മെല്ലെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറസിന് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപനശേഷി ഒരുപാട് കൂടും, ഭയങ്കരമായിട്ട് അത് വളരും. ഇപ്പൊ മാർട്ടിൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്നെ മുറുക്കെ പിടിച്ചു, ഞാൻ ആ ഒരു ടാങ്കിന്റെ അടുത്തേക്ക് പോയിട്ട് അത് സൂം ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറസ് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ അവിടുന്ന് ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. ഇത് കണ്ടിട്ട് മാർട്ടിൻ പേടിച്ചിട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കുകയാണ്. എന്നാൽ ഈ ഒരു വൈറസ് ഓൾറെഡി നിലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പേടിച്ച് ബാക്കോട്ടേക്ക് മാറിയ സമയത്ത് ആ ഒരു വൈറസിന്റെ മുകളിൽ അവൾ അറിയാതെ കയറി ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം മാർട്ടിന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മിലിറ്ററി ഓഫീസറിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവരിപ്പോ അവരെ വിളിക്കുകയാണ്. പെട്ടെന്ന് വാ, ഞാനൊരു ഡെഡ് ബോഡി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അവളിപ്പോ പറയുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു മിലിറ്ററി ഓഫീസർ വിളിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതൊരു ബിൽഡിങ്ങിന്റെ മുകളിലായിരുന്നു. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിഭീകരമായിട്ട് ഒരാൾ അവിടെ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ മാർട്ടിന്റെ ഷൂവിലുള്ള ആ ഒരു വൈറസ് ഈ ഒരു ബോഡിക്ക് നേരെ പാഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരിച്ചു കിടക്കുന്ന അയാളുടെ ശരീരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടായിരുന്നു അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വൈറസ് അയാളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ വെച്ചിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ മാത്രമാണ് മരിച്ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ്
ബാക്കിയുള്ള വീടിന്റെ റൂഫുകളും ഇവർ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്ന വീടുകളുടെ മുകളിൽ അങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിട്ട് ഇവർ കാണുകയാണ്. അവരുടെ ശരീരത്തിലേക്കും ഈ ഒരു വൈറസ് കയറിയിട്ട് അവരുടെ വയറും പൊട്ടിത്തെറിച്ച് കിടക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആർമി ഓഫീസർ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മാർട്ടിൻ പറയാണ് ആ ഒരു വൈറസ് മനുഷ്യന്മാരുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് വയറിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വളരും. അങ്ങനെ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ആയതിനു ശേഷം അത് അയാളുടെ വയറിൽ വെച്ചിട്ട് എക്സ്പ്ലോഡ് ആയിട്ട് പുറത്തേക്ക് വരും. എന്നാൽ അത് ചുമ്മാതെ അങ്ങനെ പുറത്തേക്ക് വരില്ല. മനുഷ്യന്മാരുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറിയ ശേഷം അവരുടെ ബ്രെയിനിനെ അത് കൺട്രോൾ ചെയ്യും. അവർ നിൽക്കുന്ന സ്ഥലത്തുള്ള ഹൈറ്റുള്ള ഭാഗത്തേക്ക് ആ ഒരു മനുഷ്യനെ വൈറസ് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ചിട്ടാണ് ഇവരുടെ ശരീരത്തിൽ നിന്നും അത് എക്സ്പ്ലോഡ് ചെയ്യാറുള്ളത്. എന്നാൽ മാത്രമേ ഒരുപാട് ദൂരത്തേക്ക് അത് തെറിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ആ ഒരു വൈറസ് അതിനെ സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മിലിറ്ററി ഓഫീസർ പറയുന്നുണ്ട്, ഓക്കെ നമ്മളിനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. കുറച്ച് സാമ്പിൾസ് എടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. മാർട്ടിൻ കുറച്ച് സാമ്പിൾസ് ഒക്കെ അവിടെ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ ഒരു കോൾഡ് സ്റ്റോറേജിന്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മാർട്ടിന്റെ കാലിനടിയിൽ പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറസ് എങ്ങനെയൊക്കെയോ അവളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേഡിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ ശരീരം ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിലും ആ ഒരു വൈറസ് കയറിയിട്ടുണ്ടെന്നുള്ളത് മാർട്ടിന് മനസ്സിലാവുകയാണ്. ഇപ്പൊ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാമ്പിള് അവിടെ തന്നെ വെച്ചിട്ട് ഇവർ വന്നിട്ടുള്ള ആ ഒരു വണ്ടിയിലേക്ക് അവൾ ഓടിച്ചെന്ന് കയറാണ്. ആ ഒരു ഭാഗത്തുനിന്ന് അവൾ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. റിവേഴ്സ് വരുന്ന സമയത്ത് ആ ഒരു മിലിറ്ററി ലേഡിയുടെ മേത്തേക്ക് വണ്ടി ഇടിക്കാൻ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കേണൽ ഓടി വന്നിട്ട് അവളെ രക്ഷിക്കുകയാണ്. എന്നാൽ അയാളുടെ മേത്തേക്ക് ഇപ്പൊ ആ ഒരു വണ്ടി വന്ന് ഇടിക്കുകയാണ്. ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സയന്റിസ്റ്റ് വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി വന്നിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു ലേഡിയുടെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം അവളുടെ കയ്യിലേക്ക് ആ ഒരു ഗണ്ണ് കിട്ടുന്നുണ്ട്. ഈ ഒരു മിലിറ്ററി ഓഫീസേഴ്സിനെ രണ്ടുപേരെയും അവൾ കൊല്ലുന്നു നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിലേക്ക് ആ ഒരു വൈറസ് കയറിയിട്ടുണ്ടെന്നും അവളെ ബാധിച്ചിട്ടുള്ള ആ ഒരു വൈറസ് അവളുടെ ഉള്ളിൽ തന്നെ ഇരിക്കാനായിട്ട് അത് മറ്റാരുടെ ശരീരത്തിലേക്കും പടരാതിരിക്കാനായിട്ട് മാർട്ടിൻ സ്വന്തം ഷൂട്ട് ചെയ്തിട്ട് അവിടുന്ന് തന്നെ മരിക്കുകയാണ്. ഇതിനുശേഷം ഗവൺമെന്റിലേക്ക് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടുള്ള ആ ഒരു ആർമി ഇവിടേക്ക് വരികയാണ്. അവിടെ ഇവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സാമ്പിൾ മാത്രം എടുത്തിട്ട് ആ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു വൈറസ് എവിടേക്കും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ആ ഒരു ഗ്രാമം മുഴുവനും ബോംബ് വെച്ച് ഇവർ നശിപ്പിച്ച് കളയാണ്. അതിനുശേഷം ഇവർ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിള് മിലിറ്ററി ബേസിലുണ്ടായിരുന്ന ഒരു കോൾഡ് സ്റ്റോറേജിലേക്ക് അവർ അടച്ചു വെക്കുകയാണ്. ഇതേപോലുള്ള കോൾഡ് സ്റ്റോറേജുകളിലേക്ക് ആ ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഡെവലപ്പ് ആവില്ല. അതെങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ അതിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സാമ്പിൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആർമി ബേസ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പല ആളുകൾക്ക് കൈമറിഞ്ഞിട്ട് അവസാനം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ്. ഈ ഒരു നാട്ടിലുള്ള ആളുകളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്സ് എല്ലാം ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹീറോ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവനൊരു മാഫിയ ടീമുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ബോസ് ഇപ്പോ നമ്മുടെ ഹീറോനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അയാളിപ്പോ ഹീറോന്റെ അടുത്ത് പറയാണ്, നീ ജോലി ചെയ്യുന്ന ആ ഒരു സ്റ്റോറേജ് സ്പേസിൽ ഒരുപാട് കാര്യങ്ങൾ അടച്ചു വെച്ചിട്ടില്ലേ, അതെല്ലാം തന്നെ ഒരുപാട് വില മതിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഓരോരോ ആളുകളും റൂമുകൾ റെന്റിന് എടുത്തിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള തിങ്സ് ഇവിടെയാണ് സേഫ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് വിലയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പൈസ ഉണ്ടാക്കാന്നൊക്കെ അയാൾ ഇപ്പോൾ ഹീറോനോട് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അവൻ ഒരുപാട് ഇടകടത്തിലേക്ക് പോയി ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചോദിക്കുകയാണെങ്കിലും എങ്ങനെ ചോദിക്കുകയാണെങ്കിലും ഞാൻ അതിലൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവനിപ്പോ പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ രാത്രി നിന്റെ കൂടെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവളെ ശരിക്കും നോക്കിക്കോണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോസ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ സമയം പോയിട്ട് ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ബോസ് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡി അവൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു പടത്തിലെ നായിക. അവളിപ്പോ അകത്തേക്ക് വന്നിട്ട് ഓരോരോ ഷട്ടറായിട്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആണോ, ലോക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റോണി എന്ന് പേരുള്ള വയസ്സായിട്ടുള്ള ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളെന്താ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അതുപോലെ എന്റെ സ്റ്റോറേജ് റൂം എനിക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. എന്റെ ഹസ്ബൻഡ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ സ്റ്റോർ റൂമിലാണ് വെച്ച് പൂട്ടിയിട്ടുള്ളത്. സോ അതെനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ആ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് കയറി പോകുന്നുണ്ട്. ആക്ച്വലി ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അയാളില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഇവർക്ക് മടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആനിവേഴ്സറി ഡേയില് അവിടെ വെച്ചിട്ട് മരിക്കാന്ന് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇവരിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവരിങ്ങോട്ടേക്ക് വന്ന സമയത്ത് ബൂട്ടിന്റെ ഉള്ളിൽ ഒരു ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് സ്വന്തം ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവർക്ക് അതിനുള്ള ധൈര്യം വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം മരിക്കാന്ന് തീരുമാനിച്ചിട്ട് അവരിപ്പോ അവിടെ കിടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്ന CCTV കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനൊരു ബീപ്പ് സൗണ്ട് കേൾക്കുകയാണ്. അത് എവിടുന്നാണ് വരുന്നതെന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു സൗണ്ട് ഓഫ് ആവുകയും ചെയ്യാണ്. ഇതേ സമയത്ത് ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ പേരും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ ഒരു കോൾ വരാണ്. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ബ്രേക്കപ്പ് ആവുകയാണ്. എന്നാൽ ബോയ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അവളെ വിടാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും വീണ്ടും അവളെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹീറോയിനും ഇപ്പോൾ ഫോൺ എടുത്തിട്ട് അവൻ്റെ അടുത്ത് ശരിക്കും ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു കോള് കട്ട് ചെയ്യാണ്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇതിന് മുന്നത്തെ സീനിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ, ഒരു ബീപ്പ് സൗണ്ട്. ആ ഒരു സൗണ്ട് ഇപ്പൊ വീണ്ടും വരികയാണ്.
കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ശബ്ദമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ആ ഒരു ശബ്ദം കേട്ട ഡയറക്ഷനിലേക്ക് മെല്ലെ പോയി നോക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മളൊരു ആർമി ഓഫീസറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയാളെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേണലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു വൈറസിനെ അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു വൈറസ് വെച്ചിട്ടുള്ള റൂമിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടി കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു അലേർട്ടും അതുപോലെ തന്നെ സിഗ്നലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് വിളിച്ചതെന്നൊക്കെ ആ ഒരു വിളിച്ചയാൾ പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ കേണല് നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില എക്യുപ്മെന്റ്സും ഒരു ഹെലികോപ്റ്ററും എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് കേണൽ ഇപ്പോൾ അവിടുന്ന് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് ആ ഒരു സൗണ്ട് എവിടുന്നാ വരുന്നതെന്നുള്ളത് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയുടെ ബാക്കിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോ ഇപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൗണ്ട് വരുന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ബോസിന്റെ അടുത്ത് പറയാം, അതല്ലാതെ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടെന്നൊക്കെ പറയാണ്. ഇപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പൊ ആ ഒരു ശബ്ദം എന്താന്നുള്ളതും അത് എവിടുന്നാ വരുന്നതെന്നുള്ളതും നമ്മളല്ലേ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഉള്ളിൽ നിന്നും വരുന്ന ഈ ഒരു ബീപ്പ് സൗണ്ട് അതൊരു ബോംബിന്റെ സൗണ്ട് ആണെങ്കിലോ, അങ്ങനെ ഈ ഒരു മുഴുവൻ സ്ഥലവും ബ്ലാസ്റ്റ് ആയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം. ഈ ഒരു സ്ഥലം നമ്മൾ സേഫ് ആക്കേണ്ടതുണ്ട്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വാ നമുക്കത് എന്താന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ അവൾ നിർബന്ധിക്കുകയാണ്. ഹീറോയ്ക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നത് ശരിയാന്ന് തോന്നിയിട്ടുണ്ട്. ഹീറോ ഇപ്പൊ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോടാലി വെച്ചിട്ട് ആ ഒരു ചുമര് അടിച്ചു പൊളിക്കുന്നുണ്ട്. ഉള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കോൾഡ് സ്റ്റോറേജിന്റെ ടെമ്പറേച്ചർ ഡൗൺ ആക്കാനുള്ള മെഷീൻസ് ആയിരുന്നു അത്. അതിൽ നിന്നുമാണ് ആ ഒരു ബീപ്പ് സൗണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഹൈ ആയതുകൊണ്ട് തന്നെ ആ ഒരു മീറ്ററിലെല്ലാം അത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ തൊട്ടടുത്തായിട്ട് കോൾഡ് സ്റ്റോറേജിലേക്ക് പോകാനുള്ള ഒരു മാപ്പും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹീറോയിൻ പറയാണ് നമുക്ക് ഈ ഒരു മാപ്പ് ഫോളോ ചെയ്തിട്ട് ആ ഒരു കോൾഡ് സ്റ്റോറേജിലേക്ക് ഒന്ന് പോയി നോക്കാം, അവിടെ എന്താന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാന്നൊക്കെ അവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹീറോ പറയാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല, ബോംബൊന്നുമില്ല അവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ, നമുക്കിപ്പോ ബോസിനെ വിളിച്ച് പറയാന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താന്നുള്ളത് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അവളിപ്പോ ഹീറോയെ ഒരുപാട് നിർബന്ധിച്ചിട്ട് അവിടേക്ക് പോകാനായിട്ട് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കോൾഡ് സ്റ്റോറേജിലേക്ക് പോകുന്ന സമയത്ത് ഹീറോയിന് ഒരു എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അവനിപ്പോ ഈ ഒരു ഗോഡൌണിന്റെ പുറത്ത് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനെ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. എന്നാൽ അവൾക്ക് കോള് പോകുന്നുണ്ടായിരുന്നില്ല, വോയിസ് മെസ്സേജ് മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അവനിപ്പോ ആ ഒരു വോയിസ് മെയിലിൽ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് നിന്റെ അടുത്ത് ഞാൻ വഴക്കിട്ടതിന് എന്നോട് ക്ഷമിക്കണം, ആ ഒരു ദേഷ്യത്തിൽ നിന്റെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചേനെ ഞാൻ കൊന്നിട്ടുണ്ട്, അത് ഈ വണ്ടിയുടെ ഡിക്കിയിലാണുള്ളത്, സോറി സോറി എന്നൊക്കെ അവനിപ്പോ ഒരുപാട് പറയാണ്. ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബാക്കിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ മെല്ലെ പോയിട്ട് ഡിക്കി തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ കൊന്നിട്ടുള്ള ആ ഒരു പൂച്ച ഇതുവരെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ചെറുതായിട്ട് അങ്ങനെ കിടന്ന് അനങ്ങാണ്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ എക്സിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഓ നീ മരിച്ചില്ലല്ലേ, നീ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചു എന്നറിയോ. ഇവനിങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ ഒരു പൂച്ച ഒരു സോംബിയെ പോലെ മാറിയിട്ട് അവന് നേരെ പാഞ്ഞു വരികയാണ്. എങ്ങനെ ഒരു വിധത്തിൽ അവൻ അതിൽ നിന്നും എസ്കേപ്പ് ആവുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പൂച്ചയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓടിപ്പോവാണ്. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പൂച്ചയുടെ പുറകെ തന്നെ എക്സ് ഇപ്പൊ പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു പൂച്ചയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സീനിൽ എങ്ങനെയാണോ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെയാണ് ആ ഒരു പൂച്ചയെ മരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിങ്ങിന്റെ മണ്ടയിലേക്ക് കയറിയിട്ട് അവിടെയുള്ള കമ്പിയിലേക്ക് അതിന്റെ തല അത് തന്നെ ഇടിച്ചമർത്താണ്. ഇപ്പൊ അതിന്റെ ശരീരം മുഴുവനായിട്ട് ബ്ലാസ്റ്റ് ആയിട്ട് അത് ചത്തുപോകുന്നുണ്ട്. പൂച്ചയുടെ ശരീരത്തിലുണ്ടായിരുന്ന വൈറസ് കാട്ടിലുണ്ടായിരുന്ന മാനുകളുടെ മേത്തേക്കും അതുപോലെ തന്നെ താഴെ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ മേത്തേക്കും വന്ന് വീഴുന്നുണ്ട്. അത് മേത്തേക്ക് വീണ് വീണ ഉടനെ തന്നെ ആ ഒരു വൈറസ് അവന്റെ ഉള്ളിലേക്ക് ഇൻഫെക്റ്റഡ് ആവുകയാണ്. ഇപ്പൊ ഹീറോയിൻ എന്താ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കിട്ടിയിട്ടുള്ള മാപ്പ് ഫോളോ ചെയ്തിട്ട് അവർ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു ഡോർ ഉണ്ടായിരുന്നു. ഇപ്പൊ മുന്നോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് പഴയ സോൾജേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാസ്ക്, അവർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മെഷീൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ മറ്റൊരു ബേസ്മെന്റ് കാണാണ്. അതിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് വളരെ ആഴത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു ലാഡർ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് രണ്ടുപേരും ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ടെങ്കിലും താഴേക്ക് മെല്ലെ ഇറങ്ങി നോക്കുകയാണ്. ഇവർ ഇറങ്ങിയ ബേസ്മെന്റിന്റെ അടുത്തായിട്ട് ഒരു ഡോർ ഉണ്ടായിരുന്നു. ഇവിടേക്ക് അതോറിറ്റിയുള്ള ആളുകൾ മാത്രമേ കടക്കാൻ പാടൂന്ന് ഒരു സൈൻ ബോർഡും ഉണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്താൽ തന്നെ അവർ ആ ഒരു വലിയ ഡോർ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിന്റെ ഉള്ളിലാണ് ആ ഒരു കോൾഡ് സ്റ്റോറേജ് ഉള്ളത്. ഇപ്പോ ആ ഒരു വൈറസിനെ അടച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഡോറിലേക്ക് അവർ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഡോറിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ഒരുപാട് എലികള് ആ ഒരു വൈറസ് കാരണം ഇൻഫെക്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹീറോയിനും എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ മെല്ലെ പോയിട്ട് ആ ഒരു സ്റ്റോറേജ് റൂമിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂം മുഴുവനായിട്ടും ഹീറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈറസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ആ ഒരു റൂം മുഴുവനായിട്ടും വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ഡോറിന്റെ പുറത്തേക്കും അത് എത്തിയിട്ടുണ്ട്. ഹീറോയിൻ അറിയാതെ അത് തൊടാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ ഇപ്പൊ വിളിച്ചു പറയാണ്, നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവളെയും കൂട്ടിയിട്ട് ആ ഒരു ഡോറൊക്കെ അടച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലേ, അവന്റെ ശരീരത്തിലേക്ക് മുഴുവനായിട്ടും ആ ഒരു വൈറസ് പടർന്നിട്ടുണ്ട്. അവനിപ്പോ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ നേരെ കാറിന്റെ ഉള്ളിൽ പോയിട്ട് അവന്റെ ഗണ്ണെടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അവനിപ്പോ നടന്നു
പോകുന്നുണ്ട്. കാട്ടിലുള്ള ഒരു മാനിനും ഈ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇപ്പോൾ അവന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും കൂട്ടിയിട്ട് ബേസ്മെന്റിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അതിൽ നടന്നു പോകുന്ന മാനിനെ ഹീറോയിൻ കാണുകയാണ്. അങ്ങനെ പോയിട്ടുള്ള ആ ഒരു മാനാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ പോലെ തന്നെ ആ ഒരു ലിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടക്കുന്നത്, ഇത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ആക്ച്വലി ലാബിന്റെ ഉള്ളിൽ എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മളെ കാണിക്കുന്നത്. ഇവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു വൈറസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. വൈറസ് അതിനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിൽ പൊട്ടിച്ചിട്ട് അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. വൈറസ് ഈ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് അതിനെ ഒരു പാറ്റ കഴിച്ചിട്ടുണ്ട്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പാറ്റ മറ്റുള്ള പാറ്റകളെ ആക്രമിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു എലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിന്റെ ശരീരത്തിലേക്കും ഇപ്പോൾ ഈ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആവുകയാണ്. ഇതേപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു പാറ്റ എങ്ങനെയൊക്കെയോ ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വരാണ്. ഇതേ സമയത്താണ് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് കാറും കൊണ്ട് വരുന്നത്. പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പാറ്റ കാറിന്റെ ടയറിന്റെ ഇടയിൽ പെട്ടിട്ട് ചിതറിത്തെറിക്കുകയാണ്. അങ്ങനെ വൈറസ് ഇപ്പോൾ മെല്ലെ മെല്ലെ കാറിന്റെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. അത് മെല്ലെ മെല്ലെ കാറിന്റെ ഉള്ളിൽ ചത്ത് കിടക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന്റെ പൂച്ചയുടെ മേലേക്ക് വന്ന് ഇൻഫെക്റ്റഡ് ആവുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ആ ഒരു വൈറസ് പുറത്തേക്ക് എത്തിയിട്ടുള്ളത്. ഹീറോയിനും കൂടിയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ബോസിനെ അറിയിക്കാനായിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് വരികയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന മാനും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാനും ഇവർ രണ്ടുപേരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് മാനിപ്പോ അവരുടെ നേരെ ഓടി വരികയാണ്. ഹീറോയിന്റെ അടുത്തേക്ക് ആ ഒരു മാൻ എത്തിയ സമയത്ത് ഹീറോ ഇപ്പോൾ ഹീറോയിനെ പിടിച്ച് അവിടുന്ന് മാറ്റുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ ഒരു മാനിന്റെ ഉള്ളിലുണ്ടായിരുന്ന വൈറസ് അതിപ്പോ പൊട്ടിത്തെറിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഇവർ ഒളിച്ചിരുന്നോണ്ട് തന്നെ ഇവരുടെ മേത്തേക്കൊന്നും അത് വന്ന് വീണിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. മോളെ ഇങ്ങോട്ടേക്ക് വന്നേ, ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാണെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തേക്ക് വരികയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് കിളി പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നിന്റെ ശരീരത്തിലേക്ക് എന്താ, നിനക്ക് ആ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയോ എന്നൊക്കെ ഹീറോ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാനാണ് വന്നത് എന്നൊക്കെ അവനും ഇപ്പൊ പറയുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവനെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ എന്റെ അടുത്ത് പിണങ്ങി പോയതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിന്നെ കണ്ടില്ല, നിന്റെ പൂച്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ നിന്റെ പൂച്ചേനെ കൊന്നിട്ടുണ്ട്. അതിനെ വണ്ടിയുടെ ഡിക്കിയിലിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അതിന് പെട്ടെന്ന് ജീവൻ വന്നിട്ടുണ്ടായിരുന്നു. അത് പുറത്തിറങ്ങി പൊട്ടിത്തെറിച്ച് മരിച്ചുപോയി എന്നൊക്കെ ഇപ്പൊ അവൻ പറയണം. ഇത് കേട്ടിപ്പോ ഹീറോയിന് ദേഷ്യം വരുന്നുണ്ട്. എന്ത്, നീ എന്റെ പൂച്ചനെ കൊന്നോ? അതെ, നിന്റെ പൂച്ചനെ ഞാൻ കൊന്നു. നിന്നെ കൂടി കൊല്ലാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഗണ്ണെടുത്തിട്ട് അവർക്ക് നേരെ തുരുതുരാന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ അവിടുന്ന് ഓടാൻ തുടങ്ങുകയാണ്. നേരത്തെ ഒരു മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലേ, അവരിപ്പോ ഈ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് ഉറക്കത്തിൽ നിന്നും എണീക്കുന്നുണ്ട്. ഇവന്റെ അടുത്ത് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് കണ്ട വഴിയെല്ലാം ഓടുകയാണ്. അവസാനം ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് ഷട്ടർ ഇടാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും ബോയ് ഫ്രണ്ട് ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോ ഷട്ടർ അടിക്കാതെ തന്നെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യണം. സോംബിയായി മാറിയിട്ടുള്ള ആ ഒരു ബോയ് ഫ്രണ്ട് അവിടെയൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് തെരഞ്ഞിട്ട് ആരെയും കാണാത്തോണ്ട് തന്നെ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇവൻ അവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഹീറോ അറിയാതെ എന്തൊക്കെയോ സാധനങ്ങളുടെ മുകളിലേക്ക് ചവിട്ടുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഇടിഞ്ഞ് നിലത്തേക്ക് വീഴാണ്. ഇപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിയ്ക്കുന്ന ഭാഗം കൃത്യമായിട്ട് തന്നെ ആ ഒരു ബോയ് ഫ്രണ്ട് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഷട്ടർ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനും കൂടിയിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ബോയ് ഫ്രണ്ടിനെ പുറത്തേക്ക് തള്ളിയിട്ട് ആ ഒരു ഷട്ടർ അടച്ചിട്ട് ഇവർ സേഫ് ആവാണ്. ഹീറോയിനിപ്പോ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്കിനി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും തോന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആർമിയിലേക്ക് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. എന്നാൽ ഇവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിലിറ്ററി ഓഫീസറിനായിരുന്നു ആ ഒരു കോള് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓഫീസർ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നോക്ക്, നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഒരു വലിയ വൈറസിന്റെ അറ്റാക്ക് ആണ്. ആ ഒരു വൈറസിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഏതോ ഒരു റൂമിനുള്ളിൽ ഒളിച്ചിരിക്കുന്നില്ലേ, ആ ഒരു റൂമിൽ തന്നെ എങ്ങനെയെങ്കിലും ഒരു 40 മിനിറ്റ് പിടിച്ചു നിൽക്കുക. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ എന്റെ ടീമോ അങ്ങോട്ടേക്ക് എത്താം. നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണം, സംസാരിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അവിടെ വന്നിട്ട് രക്ഷിക്കാന്ന് പറയാണ്. കോള് കട്ടായ ഉടനെ തന്നെ ഹീറോയിനും കൂടിയിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ട് ആ ഒരു റൂമിന്റെ ഉള്ളിൽ കുറച്ചേരം ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവർ നിൽക്കുന്ന ഈ റൂമിന്റെ പുറത്തേക്ക് ഒരുപാട് വണ്ടികൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കാണ്. നമ്മളെ രക്ഷിക്കാനായിട്ട് ആർമി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് ഹീറോ ഇപ്പൊ വിളിച്ചു പറയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്നത് ആർമി ആയിരുന്നില്ല. രാവിലെ ഈ ഒരു ഭാഗം കൊള്ളയടിക്കാനായിട്ട് ഇവന്റെ ബോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവരുടെ ടീമായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. ഇവരിപ്പോ അകത്ത് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ചുമര് പൊളിച്ച് കിടക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഒരു മാന് ചത്ത് കിടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്കും എന്തോ ഒരു ഡൗട്ട് അടിക്കുകയാണ്. അയാളിപ്പോ അവിടെ ഉണ്ടായിരുന്ന മൈക്കില് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ പേര് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുന്നുണ്ട്. നിന്നെയും അതുപോലെ തന്നെ പുതിയതായിട്ട് ജോലിക്ക് വന്ന ആ ഒരു പെണ്ണിനെയും ഞങ്ങളുടെ കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണത്തിലെയും ഞാൻ തീർത്ത് കളയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അയാളുടെ ആളുകളോട് വണ്ടിയിലേക്ക് കയറ്റാൻ പറയുന്നുണ്ട്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര നേരം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂമിലിരിക്കുക, നമുക്ക് പുറത്തു പോയിട്ട് നോക്കാന്ന് ഹീറോ ഇപ്പൊ പറയാണ്. ഇപ്പോ ബോയ് ഫ്രണ്ട് അവിടുന്ന് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. എന്നാൽ അയാൾ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ രൂപമൊക്കെ മാറിയിട്ട് ഇപ്പോ ഭയങ്കരമായിട്ട് വികൃതമായിട്ടുണ്ട്. അവനിപ്പോ നേരെ നടന്നു പോയത് ഇവര് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു ഭാഗത്തേക്കായിരുന്നു. ഇവന്റെ ഈ ഒരു രൂപം കണ്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ബോസ് ഇപ്പോ നീ ആരടാ, നിനക്ക് എന്താ വേണ്ടെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും കൂടി അവിടേക്ക് വന്നിട്ട് അവന്റെ അടുത്തേക്ക് പോകരുത്, അവന്റെ അടുത്തേക്ക് പോയാൽ ഡേഞ്ചർ ആണെന്നൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞു
നോക്കുന്നുണ്ട്. എന്നാൽ ഇവര് പറയുന്നത് ആരും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബോയ് ഫ്രണ്ട് അവരുടെ മേത്തേക്ക് ആ ഒരു വൈറസിനെ വോമിറ്റ് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 3 പേരെ ആ ഒരു ഷട്ടറിൽ ലോക്ക് ചെയ്തിട്ട് ഹീറോയിന്റെയും ഹീറോയുടെയും നേരെ അവനിപ്പോ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബോയ് ഫ്രണ്ടിന്റെ തലയിലേക്ക് ആരോ ഒരാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ മുത്തശ്ശി തന്നെയായിരുന്നു അത്. ബോയ് ഫ്രണ്ടിന്റെ ശരീരത്തിലേക്ക് ബുള്ളറ്റ് തട്ടി അതേ സമയത്ത് തന്നെ അവന്റെ ശരീരം മുഴുവനായിട്ട് എക്സ്പ്ലോഡ് ചെയ്യാണ്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം അതിൽ നിന്നൊക്കെ ഇവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഹീറോ ആ ഒരു മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് പറയാണ്, ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ബിൽഡിങ്ങിന്റെ മേലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും ആ ഒരു ബോസ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അയാളിപ്പോ അയാളുടെ കയ്യിലുള്ള ഗൺ എടുത്തിട്ട് നമ്മുടെ ഹീറോയിന് നേരെ ചൂണ്ടുകയാണ്. ഇപ്പൊ ആരോ ഷൂട്ട് ചെയ്ത ശബ്ദം കേട്ടല്ലോ, നിന്റെ കയ്യിൽ തീർച്ചയായിട്ടും ഗണ്ണുണ്ടാവും, ആ ഗണ്ണ് താഴെ കിട്ടാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പേടിപ്പിക്കുന്നുണ്ട്. എന്റെ അടുത്ത് എവിടെ നിന്ന് ഗണ്ണ്? എന്റെ കയ്യിൽ ഗണ്ണൊന്നുമില്ല. ഓഹോ, നിന്റെ കയ്യിൽ ഗണ്ണില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ചുമരിലേക്ക് ചാരി നിൽക്ക്, നിന്റെ കയ്യിൽ ഗണ്ണുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. ഇവര് നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ബോസിന്റെ ആൾക്കാരെ ബോയ് ഫ്രണ്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നത്. അവരിപ്പോ ആ ഒരു വൈറസ് കാരണം ഇൻഫെക്റ്റഡ് ആയിട്ട് ആ ഒരു ഷട്ടർ ഇങ്ങനെ അടിച്ചു പൊളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബോസ് പറയാണ്, അകത്ത് എന്റെ ആളുകളല്ലേ ഉള്ളത്, അവരൊക്കെ നീ തന്നെയല്ലേ അടച്ചു വെച്ചത്, മര്യാദയ്ക്ക് അവരെ തുറന്നുവിട്, അവരെല്ലാം വൈറസ് കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, അവരെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ആപത്താണ്. എന്ത് വൈറസ്? നീ മര്യാദയ്ക്ക് അവരെ തുറന്നു വിടുന്നുണ്ടോ ഇല്ലയോ, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അയാൾ മുന്നോട്ടേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ആളുടെ കാല് തെറ്റിയിട്ട് അറിയാതെ ഗണ്ണൊന്നും ഫയർ ആവുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് തന്നെ ആ ഒരു ബുള്ളറ്റ് തട്ടുകയാണ്. ഹീറോയ്ക്ക് ഇപ്പോൾ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഷട്ടർ തുറക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. മെല്ലെ പോയിട്ട് അത് തുറക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തീയൊക്കെ കിടത്തുന്ന ആ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ, അത് വെച്ചിട്ട് ബോസിന്റെ മുഖത്തേക്ക് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ഭാഗത്തു നിന്നും ഓടിയപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ മിലിറ്ററി ഓഫീസർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സാർ, നിങ്ങളുമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള സോൾജേഴ്സ് ഒക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു സീക്രട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് വേണം ഇത് ഡീൽ ചെയ്യാനായിട്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, വേറൊരു വഴിയില്ല എന്ന് പറയാണ്. അതിനുശേഷം ഓഫീസർ ഇവർ രണ്ടുപേരും കൂട്ടിയിട്ട് അയാളുടെ കാറിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഇവർക്കായിട്ട് ഒരു വലിയ ബോംബ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആ ഒരു കോൾഡ് സ്റ്റോറേജിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കണം, ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ 16 മിനിറ്റിനുള്ളിൽ ഈ ഒരു ബോംബ് പൊട്ടിത്തെറിക്കും, അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് പറയാണ്. ഇപ്പൊ വേറൊരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയിനും കൂടിയിട്ട് വൈറസ് ഒന്നും ഇൻഫെക്റ്റഡ് ആവാതിരിക്കാനായിട്ടുള്ള ആ ഒരു സ്യൂട്ടും അതുപോലെ തന്നെ ബോംബും ഗണ്ണുകളും ഒക്കെ ആയിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോയിട്ടുള്ള ആളുകൾ പുറത്തേക്ക് വരാതിരിക്കാനും പുറത്തുനിന്ന് ആരും ഉള്ളിലേക്കും കയറാതിരിക്കാനായിട്ട് ആ ഒരു മിലിറ്ററി ഓഫീസർ ഗണ്ണുമായിട്ട് പുറത്ത് തന്നെ കാവൽ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബോസും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കണ്ണാടി വെച്ചിട്ടുള്ള ആളും അവരുടെ ആളുകളെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യാണ്. എന്നാൽ തുറന്നതിന് ശേഷമാണ് ഉള്ളിലുണ്ടായിരുന്ന ഇവരുടെ ആളുകൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നത്. ഇത് കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ണാടിക്കാരനാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഓൾറെഡി എക്സ് ബോയ് ഫ്രണ്ട് അവിടെ പൊട്ടിത്തെറിച്ച് കിടക്കുന്നുണ്ടായിരുന്നല്ലേ, അതിലേക്ക് ഇയാൾ പോയി വീഴാണ്. ഇയാളുടെ ശരീരത്തിലേക്ക് മുഴുവനും ആ ഒരു വൈറസ് കയറിയിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു കാര്യം കൂടി ആയി കഴിഞ്ഞപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോസിനും ഇതെന്താ സംഭവം എന്ന് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗണ്ണ് കാണിച്ചിട്ട് അയാളുടെ കൂട്ടാളികളെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഒരു ലേഡിയുണ്ട്, അവൾ പുറത്തു വരാതെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബോസ് ഇപ്പോൾ അവളോട്, നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കുന്നത്, മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ തല പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ നല്ല രീതിയിൽ പാനിക് ആവുകയാണ്. ഇപ്പൊ ബാക്കി ഉണ്ടായിരുന്ന 2 ആളുകൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടി അവരെ പേടിപ്പിച്ചിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ പുറത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ണാടിക്കാരനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേണൽ ഇപ്പോൾ ഇയാൾക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് അയാളെ അവിടെ വെടിവെച്ചിടുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനും കൂടിയിട്ട് പോയിട്ട് അവസാനം ആ ഒരു കോൾഡ് സ്റ്റോറേജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ബോംബെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അത് തുറന്നു നോക്കുന്ന സമയത്താണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു ബോംബ് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറോയിനും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും വേണ്ടില്ല, ഈ ഒരു ഭാഗം മുഴുവനായിട്ടും എക്സ്പ്ലോഡ് ചെയ്തിട്ട് ആ ഒരു വൈറസിനെ നശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മിലിറ്ററി ഓഫീസർ ആ ഒരു ബോംബ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വെറും 6 മിനിറ്റിന്റെ ഉള്ളിൽ ഈ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യാനായിട്ട് പോവാണ്. ആ ഒരു സമയം കഴിയുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാനായിട്ട് നമ്മുടെ ഹീറോയിനും ഇപ്പോൾ അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏണിയിലൊന്നും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് കയറാനായിട്ട് സാധിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു സ്യൂട്ടൊക്കെ ഇപ്പൊ അവിടെ നിന്ന് അഴിച്ചു കളഞ്ഞിട്ട് അവർ ഒരു വിധത്തിൽ ഇപ്പൊ മേലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ ബോസ് ഒരുത്തനെ ആ ഒരു ഗണ്ണ് കാണിച്ച് പേടിപ്പിച്ചിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടിരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മിലിറ്ററി ഓഫീസർ നോക്കുകയാണ്. അയാൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇപ്പൊ ബോസ് നമ്മുടെ മിലിറ്ററി ഓഫീസർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഷൂട്ട് ഔട്ടിന് അവസാനം മിലിറ്ററി ഓഫീസർ താഴെ വീഴാണ്. ഇപ്പൊ ബോസും അയാളെ കൊല്ലാനായിട്ട് മെല്ലെ അയാളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ മറ്റൊരു ലേഡി ഓഫീസറെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, അവരവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ഗണ്ണെടുത്തിട്ട് നമ്മുടെ മിലിറ്ററി ഓഫീസറിനെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ബോസിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് നമ്മുടെ മിലിറ്ററി ഓഫീസറിന്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയും കൂടിയിട്ട് ഓടി പുറത്തെത്തിയിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ ആ ഒരു ആർമി ലേഡി ഇവരുടെ നേരെ ഗണ്ണ് ചൂണ്ടാണ്. ഇപ്പോ മിലിറ്ററി ഓഫീസർ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അവര് നമ്മുടെ ആളുകളാണ്, അവരൊന്നും ചെയ്യരുത് എന്നുള്ളത്, വാ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ആ ഒരു മിലിറ്ററി ഓഫീസറിനെ താങ്ങിയെടുത്തിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. കാറിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളെ കൊല്ലാനായിട്ട് നോക്കരുന്നല്ലേ, എന്തിനാ നിങ്ങൾ ടൈമർ മുന്നേ തന്നെ ഓണാക്കി വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ജോലി തീർക്കുന്നു, അതുപോലെ തന്നെ തിരിച്ചെത്തുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് ആ ഒരു ബോംബ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് തന്നെ അത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടി ആ ഒരു കാറിൽ കയറിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് പോവാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോംബ് അവിടുന്ന് പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു ഏരിയ മുഴുവനായിട്ട് തന്നെ നശിക്കുകയാണ്. അതിന്റെ ആ ഒരു വേവ് ഇവർ പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇവർ എത്തുന്നുണ്ട്. ഇവരെല്ലാരും തന്നെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നതായിട്ട് കാണിച്ചിട്ട് ആ ഒരു സീൻ കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വൈറസിനെ ഇവർ തടഞ്ഞു എന്നൊക്കെ ഇപ്പോൾ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ന്യൂസ് ഒക്കെ കേട്ടിട്ട് നമ്മുടെ കേണൽ അവിടെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം ഇവർ ലവേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് മറ്റൊരു കാര്യമാണ് കാണിക്കുന്നത്. ഒരു സീനിൽ ആ ഒരു പൂച്ച പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു വൈറസ് ഒക്കെ ഒരു മാനിന്റെ മേത്തേക്കായിട്ട് അത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ വന്നു വീണത് ഒരു മാനിന്റെ മേത്തേക്ക് മാത്രമായിരുന്നില്ല, വേറൊരു കാട്ടുമാന്റെ മേത്തേക്കും അത് വന്ന് വീണിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു മാനാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് വോമിറ്റ് ചെയ്യുന്ന കാണിച്ചിട്ട് ഈ ഒരു സീൻ കട്ടാവാണ്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയുടെ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.